ലോകമെങ്ങും പോപ്പിന്റെ രാജാവെന്ന പേരിൽ അറിയപ്പെട്ട മൈക്കിൾ ജാക്സന്റെ മരണം കഴിഞ്ഞ് 15 വർഷങ്ങൾ പിന്നിട്ടിട്ടും അദ്ദേഹത്തിന്റെ മക്കൾ പ്രിൻസ്, പാരിസ്, ബിഗി എന്നിവർ കുത്തഴിഞ്ഞ ജീവിതം തുടരുകയാണ്. എണ്ണിയാൽ ഒടുങ്ങാത്ത സ്വത്ത് ബാക്കിയാക്കിയാണ് മൈക്കിൾ ജാക്സൺ ഈ ലോകത്തോട് വിട പറഞ്ഞത്. കുട്ടികളെ നോക്കാൻ ഏൽപ്പിച്ച അമ്മയുമായി 3 പേരും നിരന്തരമായ വഴക്കുമാണ്. ലഹരിക്ക് അടിമകളായ 3 മക്കളും അകാല മരണം ഏറ്റുവാങ്ങിയേക്കുമെന്ന അവസ്ഥയിലുമാണ്. 2009 മൈക്കിൾ ജാക്സൺ മരണമടയുന്നത്. അദ്ദേഹത്തിന്റെ മക്കളിൽ മൂത്തയാളാണ് പ്രിൻസ്. 1997 ഫെബ്രുവരിയിലാണ് പ്രിൻസ് ജനിക്കുന്നത്. പ്രിൻസിന്റെ അച്ഛനാകാനായതിൽ വലിയ സന്തോഷമുണ്ടെന്ന് അന്ന് മൈക്കിൾ ജാക്സൺ പറഞ്ഞിരുന്നു. എന്നാൽ മൈക്കിൾ ജാക്സൺ എന്ന പ്രശസ്ത പാട്ടുകാരന്റെ മകനാണ് താനെന്ന തിരിച്ചറിവിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതുവരെ പ്രിൻസിന് കഴിഞ്ഞിട്ടില്ല. പിന്നീട് വഴിവിട്ട ജീവിതമാണ് പ്രിൻസിൽ നിന്നുണ്ടായത്. കള്ളിനും ലഹരിക്കും അടിമയായിരുന്ന പ്രിൻസ് ജീവിതത്തിലേക്ക് തിരികെ എത്തിയിട്ട് അധികം നാളുകളായിട്ടില്ല. പിന്നീട് ലോസ് ആഞ്ചൽസിലെ ഹീലോസ് ആഞ്ചൽസ് ഫൗണ്ടേഷനിലൂടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുകയാണ് ഇപ്പോൾ. ഒരു പ്രൊഡ്യൂസറായി പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടെന്ന് പ്രിൻസ് പറഞ്ഞിരുന്നു. എന്നാൽ ആ കരിയറിന് വലിയ ബലം കൊടുത്തില്ല. അച്ഛൻ്റെ പ്രശസ്തിയുടെ ഭാരവും സ്വന്തം വ്യക്തിത്വവും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതിനാണ് താനൊരു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. രണ്ടാമത് ജനിച്ചതാണ് പാരിസ്. കൂട്ടത്തിൽ ഏറ്റവും തകർച്ച നേരിട്ട വ്യക്തിയാണ് പാരിസ്. ലഹരിക്ക് അടിമയായ പാരിസിന്റെ പകുതിയിലേറെ ജീവിതം ഡി അഡിക്ഷൻ സെന്ററിലായിരുന്നു. പിതാവിന്റെ മരണശേഷം പാരിസ് മയക്കുമരുന്നിന്റെ ഗൗരവമായ ഉപയോഗത്തിലേക്കാണ് കടന്നത്. വിഷാദ രോഗവും ആത്മഹത്യാ ചിന്തകളും എല്ലാം അവളുടെ ജീവിതം അവസാനിപ്പിക്കുമെന്ന ഘട്ടം വരെ എത്തിയിരുന്നു. എന്നാൽ ഒരു ചികിത്സാ കേന്ദ്രത്തിലൂടെ മുക്തി നേടി. 5 വർഷമായി ലഹരി ഉപയോഗിക്കുന്നില്ല എന്നാണ് പാരിസ് അവകാശപ്പെടുന്നത്. പാട്ടിന്റെ ലോകത്തിലേക്ക് ഒരു പുതു ചുവടുവെപ്പ് നടത്തുകയാണ് പാരിസ്. മൂന്നാമത്തെ പുത്രനാണ് ബിഗി. വിവാദങ്ങൾക്ക് നടുവിലാണ് ബിഗിയുടെ ജനനം. ബിഗി ജനിച്ചതിന് ശേഷമാണ് മൈക്കിൾ ജാക്സണെതിരെ ലൈംഗികാരോപണം ഉന്നയിക്കുന്നത്. ബ്ലാങ്കറ്റ് എന്ന പേര് മാറ്റിയാണ് ബിഗി ആയത്. ഗാവിൻ ആർവിജോ എന്ന 13 വയസ്സുള്ള കുട്ടിയോട് മൈക്കിൾ മോശമായി പെരുമാറിയെന്ന് ആരോപിച്ചാണ് പരാതി നൽകിയത്. തുടർന്ന് 7 കുറ്റങ്ങൾ ചുമത്തുകയും കുറ്റാരോപണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ഈ പ്രശ്നങ്ങൾ കുഞ്ഞു ബിഗിയുടെ ജീവിതത്തെ വല്ലാതെ ഉലച്ചിരുന്നു. പല പരിപാടികളിൽ നിന്നും കുഞ്ഞുങ്ങളുടെ മുഖം മൂടിയാണ് മൈക്കിൾ ജാക്സൺ രംഗത്തെത്തിയിരുന്നത്. ഈ പ്രശ്നങ്ങൾ വലിയ തോതിൽ ബാധിച്ച ബിഗി പിന്നീട് ലഹരിക്കും മദ്യപാനത്തിനും അടിമയായി. അച്ഛന്റെ സ്വത്ത് തർക്കത്തിൽ വരെ കാര്യങ്ങൾ എത്തിച്ചു. എന്നാൽ പിന്നീട് ബിഗി ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്മാറുകയും പ്രൊഡ്യൂസറാകാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്.